നമസ്കാരം. ഇപ്പോൾ നടക്കുന്ന ഇറാൻ അമേരിക്ക യുദ്ധം എന്തിനെന്നറിയാമോ? ഇറാൻ ആണവ പരീക്ഷണം നടത്താൻ ശ്രമിച്ചതിന്റെ പരിണിത ഫലം. ഇതേ അവസ്ഥയിൽ ഇന്ത്യയും ഒരു കാലത്ത് അമേരിക്കയുടെ കണ്ണിലെ കരടായിട്ടുണ്ട്. തങ്ങൾക്കുള്ള ആയുധബലം മറ്റാർക്കും ഉണ്ടാവരുത് എന്ന ഒരു നയമാണ് അമേരിക്കയ്ക്ക്. ഒരു പക്ഷേ തങ്ങൾ അർഹിക്കാത്ത സ്ഥാനത്ത് കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് എന്ന അപകർഷതാബോധമായിരിക്കും, പറയാൻ പറ്റില്ല. ഇന്ന് അമേരിക്ക കൈയാളുന്ന പല ടെക്നോളജികളും വിമാന എഞ്ചിൻ ഉൾപ്പെടെ ബ്രിട്ടനിൽ നിന്ന് അടിച്ചു മാറ്റിയതാണെന്ന് നിങ്ങൾക്കറിയാമോ? ആണവ ശക്തി ആയതിനാൽ അവർക്കത് അന്ന് സാധിച്ചു. അതിനാൽ ഒരു രാജ്യം ആണവ ശക്തിയാകുന്നത് അവർക്കെന്തോ അത്തച്ചതുർത്ഥിയാണ്. ഇത്രയും പറഞ്ഞു വന്നത് CIA എന്ന അമേരിക്കൻ രഹസ്യ വിഭാഗത്തിന്റെ ചില ഓപ്പറേഷനുകളെ കുറിച്ച് പറയാനാണ്. അവരും അവരുടെ വാലാട്ടികളായ മാധ്യമങ്ങളും അഭിമാനത്തോടെ കണ്ടിരുന്ന ജെയിംസ് ബോണ്ട് കളികൾ. ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിന്റെ പിതാവായ ഹോമി ജഹാംഗീർ ഭാഭയുടെ മരണം ഇന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ ദുരൂഹതകളിൽ ഒന്നാണ്. 1966 ജനുവരി 24 ആൽപ്സ് പർവ്വതനിരകളിലെ മോണ്ട് ബ്ലാങ്കിൽ വെച്ച് എയർ ഇന്ത്യയുടെ ബോയിങ് 707 വിമാനം തകർന്നാണ് അദ്ദേഹം ഉൾപ്പെടെ 117 പേർ മരിച്ചത്. പൈലറ്റും ജനീവയിലെ റഡാർ കൺട്രോളറും തമ്മിലുണ്ടായ ആശയവിനിമയത്തിലെ പിഴവാണ് പോലും കാരണം. അങ്ങനെ വിമാനം വഴിതെറ്റി മലയിലിടിച്ച് തകർന്നു. ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു. എന്നാൽ സത്യം എന്തായിരുന്നു? ഈ വിമാനാപകടത്തിന് പിന്നിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ആണെന്നതിന് വെളിപ്പെടുത്തലുകൾ പിന്നാലെയുണ്ടായി. ഇന്ത്യയെ പോലൊരു വികസ്വര രാഷ്ട്രം ആണവ ശക്തിയായി മാറുന്നത് അമേരിക്കയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഈ പദ്ധതിയുടെ നെടുന്തൂണായ ഭാഭയെ ഇല്ലാതാക്കിയാൽ ഇന്ത്യയുടെ ആണവ സ്വപ്നങ്ങൾ അവസാനിക്കുമെന്ന് അവർ കണക്കുകൂട്ടി. വിമാനത്തിന്റെ കാർഗോ ഭാഗത്ത് ബോംബ് വെച്ചാണ് ഈ അപകടം സൃഷ്ടിച്ചത്. മാധ്യമപ്രവർത്തകനായ ഗ്രിഗറി ഡഗ്ലസ് എഴുതിയ കോൺവെർസേഷൻ വിത്ത് ദ ക്രോ എന്ന പുസ്തകമാണ് ഈ വലിയ വാദത്തിന് ഏറ്റവും വലിയ അടിത്തറ. CIA മുൻ ഉദ്യോഗസ്ഥനായിരുന്ന റോബർട്ട് ക്രൗളിയുമായി ഡഗ്ലസ് നടത്തിയ ഫോൺ സംഭാഷണങ്ങളാണ് ഇതിലുള്ളത്. ഇന്ത്യയുടെ ആണവ പദ്ധതികൾക്ക് തടയിടാൻ ഭാഭയെ വകവരുത്തിയത് CIA ആണെന്നും വിമാനത്തിൽ സ്ഫോടനം നടത്തുകയായിരുന്നുവെന്നും ക്രൗളി പറഞ്ഞതായി ഈ പുസ്തകത്തിലുണ്ട്. 1965 ആകാശവാണിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ഭാഭ ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തിയിരുന്നു. സർക്കാരിന്റെ പച്ചക്കൊടി ലഭിച്ചാൽ വെറും 18 മാസത്തിനുള്ളിൽ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ കഴിയും. ഈ പ്രഖ്യാപനം അമേരിക്കയെയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളെയും വലിയ രീതിയിൽ ഭയപ്പെടുത്തി. ഇതിനുശേഷം ഭാഭ അമേരിക്കൻ ഏജൻസികളുടെ നിരന്തര നിരീക്ഷണത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഹോമി ഭാഭ മരിക്കുന്നതിന് വെറും 13 ദിവസങ്ങൾക്ക് മുൻപാണ്, കൃത്യം പറഞ്ഞാൽ 1966 ജനുവരി 11 അപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കണ്ടിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. ഇന്ത്യയുടെ ആണവ പദ്ധതികൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരുന്ന വ്യക്തിയായിരുന്നു ശാസ്ത്രി. രാജ്യത്തിന്റെ ആണവ കുതിപ്പിന് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രിയും ശാസ്ത്രജ്ഞനും 2 ആഴ്ചയുടെ വ്യത്യാസത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് വെറും യാദൃച്ഛികമല്ലെന്ന് ഓരോ രാജ്യസ്നേഹികളും ഉറച്ചു വിശ്വസിക്കുന്നു. ക്രൗളിയുടെ പുസ്തകത്തിൽ ശാസ്ത്രിയുടെ മരണത്തിനു പിന്നിലും CIA ആണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ശീതയുദ്ധകാലത്ത് അമേരിക്കൻ ചാരസംഘടനയായ CIA ലോകമെമ്പാടുമുള്ള നിരവധി ഭരണമാറ്റങ്ങളിലും കൊലപാതകങ്ങളിലും നേരിട്ടോ പരോക്ഷമായോ ഇടപെട്ടിട്ടുണ്ട്. അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സർക്കാരുകളെ അട്ടിമറിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. ക്യൂബൻ വിപ്ലവത്തിന് ശേഷം ബൊളീവിയൻ വിപ്ലവം സംഘടിപ്പിക്കാൻ പോയ ചെഗുവേരയെ 1967 പിടികൂടി വധിച്ചു. കോങ്കോയുടെ ആദ്യ പ്രധാനമന്ത്രിയായ പാട്രിയസ് ലുമുംബയെ 1961 വെടിവെച്ചു കൊന്നു. ലോകത്തിൽ ആദ്യമായി ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട മാർക്സിസ്റ്റ് പ്രസിഡന്റായിരുന്നു സാൽവദോർ അലൻഡെ. ആദ്യകാലത്ത് CIA പിന്തുണച്ചിരുന്ന ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ ക്രൂരനായ ഏകാധിപതിയായിരുന്നു റഫേൽ ട്രൂഹിയോ. കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും CIA ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ വധിക്കാൻ ശ്രമിച്ച വ്യക്തി
ക്യൂബൻ നേതാവായ ഫിദൽ കാസ്ട്രോയാണ്. ഇനി ആ ലിസ്റ്റിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നു വരുമോ? CIA തോറ്റുപോയ മറ്റൊരു ലോക നേതാവ് ചിലപ്പോൾ മോദി ആയിരിക്കും. എന്താ അല്ലേ? അത് വിട്. ലിസ്റ്റ് ഇങ്ങനെ പോകുന്നു. തങ്ങളാണ് ലോക പോലീസ് എന്ന അവകാശം ഊട്ടിയുറപ്പിക്കാൻ ഇങ്ങനെ പലതും അവരുടെ കോൺട്രിബ്യൂഷൻ ആയിട്ടുണ്ട്. ഇന്ന് അമേരിക്ക ശ്രമിക്കുന്ന മറ്റൊന്ന് ഭാരതത്തിൽ ഒരു ഭരണ അട്ടിമറിയാണ്. എന്നാൽ പല്ലുപോയ ചെന്നായ കാട്ടിലെ സിംഹത്തിനെ വേട്ടയാടാൻ പോയാലുള്ള അവസ്ഥ എന്താണ്? അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ അടുത്ത് 2026 ജൂലൈ 11 ഉത്തർപ്രദേശിലെ സനോലിയിലുള്ള ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ വെച്ച് സശാസ്ത്ര സീമ ബെൽ കാലിഫോർണിയ സ്വദേശിയായ ജോർദാൻ ബ്രൗൺ എന്ന അമേരിക്കൻ പൗരനെ കസ്റ്റഡിയിലെടുത്തു. അവിടെ വീണ്ടും ജെയിംസ് ബോണ്ട് കളിക്കാൻ നോക്കി SSBയിൽ നിന്ന് ചാടി. പക്ഷെ പിടിക്കാൻ റോ ഇടപെടേണ്ടി വന്നില്ല. നാട്ടുകാർ പഞ്ഞിക്കിട്ട് SSBക്ക് തിരിച്ചു കൊടുത്തു. 2025 നവംബറിൽ യാതൊരു ഔദ്യോഗിക രേഖകളുമില്ലാതെ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ഇയാൾ ഗോവയിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നിന്നും വ്യാജമായി നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിക്കപ്പെട്ടത്. ഇനി ഇയാൾ ചാരനൊന്നുമല്ല എന്ന് പറഞ്ഞു വരുന്നവരോട്, ഇയാൾക്ക് അമേരിക്കൻ സൈന്യത്തിൽ പ്രവർത്തിച്ച പശ്ചാത്തലമുണ്ട്. ഇയാളുടെ യാത്രകളുടെ ഉദ്ദേശം ദുരൂഹമായതുകൊണ്ട് ഇയാൾ താജ്മഹൽ കാണാൻ വന്നതല്ല എന്ന് വ്യക്തം. എന്തായാലും അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞില്ല. ഈ കഴിഞ്ഞ മാർച്ചിൽ മാത്യു വാൻഡക് എന്ന മറ്റൊരു അമേരിക്കക്കാരൻ ലിബിയ, സിറിയ, ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ യുദ്ധം ചെയ്തിട്ടുള്ള ഇയാൾ ഒരു അമേരിക്കൻ കൂലി പട്ടാളക്കാരൻ അല്ലെങ്കിൽ ഒരു CIA ചാരൻ എന്ന ഉറപ്പാണ്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് 2026 മാർച്ചിൽ കൊൽക്കത്ത വിമാനത്താവളത്തിൽ വെച്ച് ദേശീയ അന്വേഷണ ഏജൻസി ഇയാളെയും കൂടെ ഉണ്ടായിരുന്ന 6 ഉക്രൈൻ പൗരന്മാരെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രധാനമായും മിസോറാം വഴി അനധികൃതമായി മ്യാൻമാറിലേക്ക് കടക്കുകയും അതിർത്തിയിലുള്ള വിമത ഗ്രൂപ്പുകൾക്കും സായുധ സംഘങ്ങൾക്കും ആയുധങ്ങളും ഡ്രോണുകളും ഉപയോഗിക്കുന്നതിൽ സൈനിക പരിശീലനം നൽകി വരികയുമായിരുന്നു. ഇതപ്പോൾ എന്തായാലും ടൂറിസ്റ്റുകളാണ് എന്ന് വാദിക്കാൻ വരണ്ട. മണിപ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ അമേരിക്കൻ ഏജൻസികൾ ശ്രമിക്കുന്നുണ്ട് എന്ന വലിയ സത്യം ഈ അറസ്റ്റോടെ ഉയർന്നിരുന്നു. ലിസ്റ്റ് ഇനിയുമുണ്ട്. മ്യാൻമാർ അതിർത്തിയിലെ വിദേശ ഇടപെടൽ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രത്യേകിച്ച് മണിപ്പൂർ, മിസോറാം സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിർത്തിക്കപ്പുറത്തു നിന്ന് ആയുധങ്ങളും സാമ്പത്തിക സഹായവും ലഭിക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. ചില വിദേശ NGOകളുടെയും സ്വതന്ത്ര ഏജൻസികളുടെയും മറവിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വിസ ചട്ടങ്ങൾ ലംഘിച്ചുള്ള ഇടപെടലുകൾ, ടൂറിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസയിൽ ഇന്ത്യയിലെത്തി രാജ്യത്തെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലും പങ്കെടുത്തതിന് നിരവധി അമേരിക്കൻ, യൂറോപ്യൻ പൗരന്മാരെ ഇന്ത്യ അടുത്തിടെ നാടുകടത്തുകയോ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടൽ അനുവദിക്കില്ല എന്ന കർശന നിലപാടാണ് സർക്കാർ ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുവരെ ഡീപ് സ്റ്റേറ്റ് ആക്രമണം ഭാരതം തടയുകയായിരുന്നു. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഏറ്റവും അവസാനത്തെ ഉദാഹരണവും അതായിരുന്നല്ലോ. ഭാരതത്തിന്റെ അയൽ രാജ്യങ്ങളിൽ അവർ അത് പ്രാവർത്തികമാക്കി. എന്നാൽ ഇനി കളി മാറും. 2026 മെയ് 1 ശേഷം വെറും പ്രതിരോധം എന്ന നയമല്ല, പ്രത്യാക്രമണം, അഗ്രസീവ് സ്റ്റൈൽ. ഇവിടെ വന്ന് കളിച്ച പോലെ അതേ നാണയത്തിൽ തിരിച്ചടി. ഇതാണ് ലോകക്രമം മാറിയതിന്റെ ലക്ഷണം. വേട്ടക്കാരനെ വേട്ടയാടുന്ന പുതിയ ഭാരത ശൈലി. അജ്ഞാതർ ഭാരത മണ്ണിനു പുറത്ത് ലക്ഷ്യം കൈവരിക്കുന്ന കാലം. ഇതിനെ ഭരണ മികവെന്നോ റോയുടെ മിടുക്കെന്നോ, എല്ലാത്തിനുമേൽ അജ്ഞാത ശക്തി. എന്താ അജ്ഞാത ശക്തി? LMRKയുടെ നിഗമനത്തിൽ ഭഗവാൻ ദേവസേനാധിപതി നിശ്ചയിച്ച ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയായിരിക്കും ഇതും. ഭഗവാൻ ലോകക്രമം മാറ്റാൻ തുടങ്ങിയതിന്റെ ലക്ഷണം തന്നെ. യുദ്ധതന്ത്രം ദേവസേനാധിപതിയെ പഠിപ്പിക്കേണ്ടല്ലോ. അദ്ദേഹത്തിന്റെ തീരുമാനം നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ടവർ ഇന്ത്യൻ ഭരണം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത് മുതൽ ഈ ഒരു ദിവസം ഭാരതത്തിലെ ഓരോ വിശ്വാസികളും കാത്തിരുന്ന നാളുകളാണ്. എന്തായാലും ഭഗവാൻ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് LMRK വിശ്വസിക്കുന്നു.
ഇപ്പോൾ അമേരിക്കൻ സെനറ്ററും പ്രമുഖ റിപ്പബ്ലിക്കൻ നേതാവുമായ ലിൻസേ ഗ്രഹാം മരണപ്പെട്ടു. ആളെ വ്യക്തമാവാൻ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യക്ക് 500% തീരുവ ചുമത്തണം എന്ന് പറഞ്ഞില്ലേ, ആ കക്ഷിയാണ് ഇത്. ഈ ജൂലൈ 11 തന്റെ 71ാമത് വയസ്സിൽ അന്തരിച്ചു. ഹൃദയത്തിലെ പ്രധാന ധമനിയായ അയോർട്ടയിലുണ്ടായ വിള്ളൽ. ശനിയാഴ്ച രാത്രി അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് എമർജൻസി മെഡിക്കൽ സർവീസിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഉക്രൈൻ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തി മണിക്കൂറുകൾക്കകമാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് അസുഖം ബാധിച്ചതും മരണം സംഭവിച്ചതും. മരണവിവരം പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ഓഫീസ് പെട്ടെന്നുണ്ടായ ഒരു ചെറിയ അസുഖം എന്ന് മാത്രമാണ് ആദ്യം പ്രതികരിച്ചത്. കൂടാതെ ഉക്രൈൻ പോലെയുള്ള ഒരു യുദ്ധമേഖലയിൽ നിന്ന് മടങ്ങിയെത്തിയ ഉടനെ മരണം സംഭവിച്ചതും സോഷ്യൽ മീഡിയയിൽ നിരവധി ഊഹാപോഹങ്ങൾക്ക് വഴിവെച്ചു. പ്രധാനമായും 2 കോൺസ്പിറസി തിയറികളാണ് പ്രചരിക്കുന്നത്. റഷ്യയോ ഇറാനോ വിഷം നൽകി കൊലപ്പെടുത്തി എന്നത്. ലിൻസേ ഗ്രഹാം റഷ്യയ്ക്കും ഇറാനുമെതിരെ വളരെ കർശനമായ നിലപാടുകൾ എടുത്തിരുന്ന വ്യക്തിയാണ്. ഉക്രൈനിൽ നിന്ന് മടങ്ങിയെത്തിയ ഉടനെ മരിച്ചതിനാൽ റഷ്യയോ അല്ലെങ്കിൽ ഇറാനോ അദ്ദേഹത്തെ വിഷം നൽകി കൊലപ്പെടുത്തിയെന്നാണ് അമേരിക്കയിലെ ചില തീവ്ര വലതുപക്ഷ അനുകൂലികളും ഇൻഫ്ലുവൻസർമാരും വാദിക്കുന്നത്. ഇറാൻ മുൻപ് അദ്ദേഹത്തിനെതിരെ വധഭീഷണി മുഴക്കിയിരുന്നതും ഈ തിയറിക്ക് ആക്കം കൂട്ടി. മരിച്ച ഒരാളെ കുറിച്ച് മോശമൊന്നും പറയാൻ പാടില്ലെന്നാണ്. എന്നാൽ കുറച്ചു വസ്തുതകൾ കൂട്ടിച്ചേർക്കാതെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റില്ല. റഷ്യയിൽ നിന്ന് ഊർജം വാങ്ങുന്ന രാജ്യങ്ങളെ ശിക്ഷിക്കുന്നതിനായി ഡെമോക്രാറ്റിക് സെനറ്ററായ റിച്ചാർഡ് ബ്ലൂമെന്റലുമായി ചേർന്ന് അദ്ദേഹം ഒരു ബിൽ, ഗ്രഹാം ബ്ലൂമെന്റൽ സാങ്ഷൻസ് ബിൽ അവതരിപ്പിച്ചിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യ, ചൈന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കുമേൽ അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ 500% വരെ ഇറക്കുമതി തീരുവ ചുമത്താൻ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരം നൽകുന്നതായിരുന്നു ഈ ബിൽ. ഇന്ത്യയോടും ചൈനയോടും ബ്രസീലിനോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: ഈ യുദ്ധം തുടരാൻ അനുവദിക്കുന്ന രീതിയിൽ നിങ്ങൾ വില കുറഞ്ഞ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഞങ്ങൾ നിങ്ങളെ തകർക്കും. നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ഞങ്ങൾ ഞെരുക്കും. കാരണം നിങ്ങൾ നൽകുന്നത് രക്തപങ്കിലമായ പണമാണ്, അഥവാ ബ്ലഡ് മണി. അമേരിക്കയ്ക്ക് പറയാൻ ഏറ്റവും അനുയോജ്യമായ വാദം ബ്ലഡ് മണി. ലോകത്ത് പലയിടത്തും മഷിയിലല്ല അവർ ഡോളർ അച്ചടിച്ചിറക്കുന്നത്, അവിടുത്തെ മനുഷ്യരുടെ ചോരയിലാണ്. ഇറാഖ് സർവനാശത്തിന്റെ ആയുധങ്ങളുണ്ടെന്ന തികച്ചും വ്യാജമായ ആരോപണം ഉന്നയിച്ച 2003 അമേരിക്ക ഇറാഖ് ആക്രമിച്ചു. ലക്ഷക്കണക്കിന് സാധാരണക്കാരാണ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. സമ്പന്നമായിരുന്ന ആ രാജ്യം പൂർണ്ണമായും തകർന്നു. ഈ തകർച്ചയാണ് പിന്നീട് ISI പോലുള്ള ഭീകര സംഘടനകളുടെ വളർച്ചയ്ക്ക് വളമായി മാറിയത്. വിയറ്റ്നാം കമ്മ്യൂണിസം തടയാനെന്ന പേരിൽ നടത്തിയ ഈ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് സാധാരണക്കാരാണ് മരിച്ചു വീണത്. കാടുകൾ നശിപ്പിക്കാൻ അമേരിക്ക പ്രയോഗിച്ച ഏജന്റ് ഓറഞ്ച് എന്ന മാരകമായ രാസായുധം കാരണം ഇന്നും വിയറ്റ്നാമിൽ കുട്ടികൾ ജനിക്കുന്നത് ജനിതക വൈകല്യങ്ങളോടെയാണ്. അഫ്ഗാനിസ്ഥാൻ ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധം എന്ന പേരിൽ 20 വർഷം നീണ്ടുനിന്ന യുദ്ധം നടത്തി ആ രാജ്യത്തെ പരീക്ഷണശാലയാക്കി മാറ്റി. ലക്ഷക്കണക്കിന് ജീവനുകൾ നഷ്ടപ്പെട്ട ശേഷം ഒടുവിൽ താലിബാന് തന്നെ ഭരണം തിരികെ നൽകി അവർ പിന്മാറി. ഇതെല്ലാം നേരിട്ടുള്ള സൈനിക അധിനിവേശങ്ങളായിരുന്നു. ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിച്ചത് വേറെ. 1953 ഇറാൻ, 1973 ചിലി. നിഴൽ യുദ്ധങ്ങളും ആയുധ കച്ചവടവും വേറെ. സിറിയ, ലിബിയ. ഇതിന്റെ ഫലമായി ഈ 2 രാജ്യങ്ങളും ഇന്ന് സർക്കാരില്ലാതെ ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായി. നിക്കാരഗ്വെ 1980കളിൽ സാന്റിസ്റ്റ സർക്കാരിനെ അട്ടിമറിക്കാൻ കോൺട്രാസ് എന്ന വിമത സംഘത്തിന് രഹസ്യമായി പണവും ആയുധവും നൽകി. ആ രാജ്യത്തെ രക്തരൂക്ഷിതമായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിട്ടു. ലിസ്റ്റ് ഇനിയുമുണ്ട്. ഇതിലെ വിരോധാഭാസം ഇന്ന് അമേരിക്ക ലോകത്തിനു മുന്നിൽ ജനാധിപത്യത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും ഏറ്റവും വലിയ വക്താക്കളായി സ്വയം അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിച്ച രാജ്യം കൂടിയാണ് അമേരിക്ക. അതെല്ലാം മറന്ന് ഇന്ത്യ ബ്ലഡ് മണി നേടുകയാണ് എന്ന് ലിൻസേ ഗ്രഹാം വാദം പറഞ്ഞല്ലോ.
പഴയ ഭാരതമല്ലിന്ന്. CAA എന്താണോ ഒരു കാലത്ത് ചെയ്തത് അത് ഇന്ന് എവിടെയും പോയി ചെയ്യാനുള്ള കരുത്തും ഈ രാജ്യത്തിനുണ്ട്. LMRK പറയും പ്രകാരം ഭഗവാന്റെ അനുഗ്രഹവും ശക്തനായ ഭരണാധികാരിയും ഉള്ള ഭാരതത്തിന്റെ മാറിയ ലോകക്രമമാണിത്. ഇത്രനാൾ ഭാരതത്തിനെ തകർക്കാൻ നടത്തിയ പ്രവർത്തികൾക്കുള്ള പ്രത്യാക്രമണങ്ങൾ ഇനി ശത്രുക്കളുടെ മണ്ണിൽ പോയി ഭാരതം പൂർത്തീകരിക്കും. ഇത് കേവലം ഒരു തീരുമാനമല്ല, ഇത് ഭഗവാൻ മുരുകന്റെ ശാസനയാണ്. അത് നിറവേറിയേ മതിയാകും. നിറവേറ്റാൻ കരുത്തുള്ളവരെ ദേവസേനാധിപതി തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഈ ഒരു ദൈവിക ശാസന നമുക്ക് ഈ ജീവിതത്തിൽ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുകൃതം, മുജ്ജന്മ സുകൃതം. ജയ് പഴനിയാണ്ടവ. സല്യൂട്ട് ഭാരത്.